ഇന്ന് ഞാനൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചിക്കൻ നന്നായിട്ട് കഴുകി അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ടിട്ട് കുറച്ച് ചിക്കൻ്റെ മസാലയും കൂടി ഇടണേ. ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടത് പുരട്ടി വയ്ക്കാം. മസാലയെല്ലാം കൂടെ മസാല പിടിക്കാനായിട്ട് ഒരു അരമണിക്കൂർ നമുക്കത് അടച്ചു വയ്ക്കാം. ഞാനിന്ന് ചീനിച്ചട്ടിക്കകത്തിലാണ് ഉണ്ടാക്കുന്നത്. ആ ചീനിച്ചട്ടിക്കകത്തിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചീനിച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. അതിനകത്തിരുന്ന് ചെറിയ തീയിലിട്ട് വേവിക്കുന്നുണ്ടെങ്കിൽ ആ ചിക്കന് നല്ലൊരു ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് ആ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാമേ. കറിവേപ്പില മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, സവാള അരിഞ്ഞു വെച്ചത്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിനകത്ത് വേറെ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല. അപ്പം അതിനായിട്ട് ഞാൻ തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ പീസാക്കിയിട്ട്. അത് നമ്മൾ വേറെ ഒരു പാൻ വെച്ചിട്ട് അതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം സവാള ഇതിൽ കിടന്നൊന്ന് വഴന്ന് വരട്ടെ. അപ്പം നമ്മളൊരു പാൻ വെച്ചിട്ട് കട്ട് ചെയ്ത തേങ്ങ അതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ശരിക്കും നാടൻ രീതിയിലാണ് ഞാനിതുണ്ടാക്കുന്നത്. നാട്ടിലൊക്കെ നമ്മൾ ഇങ്ങനെ ഇറച്ചിയും ചിക്കനും ഒക്കെ വേവിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം തേങ്ങ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്ന ഉടനെ ആ തേങ്ങയ്ക്കൊരു കളർ വരും. അതിന് വേണ്ടിയിട്ട് ഒരു ശകലം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ സവാള ഒരുവിധമായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള മറ്റേ ചിക്കനകത്ത് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇട്ടാൽ മതിയെ. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് നമുക്കിത് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ തേങ്ങാക്കൊത്തും അതിലേക്ക് ഇടാമേ. അത് മസാലയുമായിട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് ഇതിലേക്കിടാം. ഇട്ട് അധികം വെള്ളം ഒഴിക്കാതെ വേണേ വേവിക്കാനായിട്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിക്കുക. ചെറിയ തീയിൽ ഇത് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം വേണമെങ്കിൽ ഇതിലൊഴിക്കാം. അപ്പം നമ്മുടെ ചിക്കനും അങ്ങനെ ഇതിനകത്തിലേക്ക് പറക്കിയിട്ട് അപ്പം ചെറിയ രീതിയിൽ അടച്ച് വേവിക്കുക. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിന് കടുക് വറക്കാമേ. കടുക് വറക്കാനായിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, കടുകിട്ടു. അത് കഴിഞ്ഞ് ചെറിയ ഉള്ളി നമുക്ക് വറുത്തിടാം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. വറുത്തിട്ട് നമ്മുടെ ചിക്കൻ കറിയിലെ മുകളിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു സ്വല്പം കായപ്പൊടി ഇട്ടു കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഓപ്ഷണലാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് ഏകദേശം
ഈ ചീനച്ചട്ടിക്ക് ആദ്യം 1 മണിക്കൂറോളം വെന്തു.